മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ളത് ലീനിയാരിറ്റി, ടൈം ഷിഫ്റ്റിംഗ്, ടൈം ഡിലേയിങ്, ദെൻ നമുക്ക് പിന്നെ വരുന്നത് സ്കെയിലിംഗ്, അപ്പം ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ ഇനീഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് സെഡ് ട്രാൻസ്ഫോമിൻ്റെ ആവശ്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് പല സിഗ്നൽസിൻ്റെയും സെഡ് ട്രാൻസ്ഫോം വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ്. സെഡ് ട്രാൻസ്ഫോം ലീനിയർ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം എക്സ്1 ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് x1 ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ x2 ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോമിന് നമ്മൾ x2 ഓഫ് സെഡ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യും. ഇനി എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന വാല്യൂ a1 x1 ഓഫ് എൻ പ്ലസ് a2 x2 ഓഫ് എൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ a1 x1 ഓഫ് എൻ പ്ലസ് a2 x2 ഓഫ് എൻ ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്താണ്? എക്സ് ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് സെഡ്. a1 x1 ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ a1 x1 ഓഫ് സെഡ് പ്ലസ് a2 x2 ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ a2 x2 ഓഫ് സെഡ്. ഇതിൽ a1 a2 എന്ന് പറയുമ്പം രണ്ട് ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഇങ്ങനെ സെഡ് ട്രാൻസ്ഫോം ലീനിയർ ആവുന്ന കേസിൽ നമുക്കതിൻ്റെ സെഡ് ട്രാൻസ്ഫോം ഡയറക്റ്റ് അതിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പം എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു a1 x1 ഓഫ് സെഡ് പ്ലസ് a2 x2 ഓഫ് സെഡ് എന്ന് പറയാം. ഇനി നമുക്കിതിന് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ സ്കെയിലിംഗ് നടത്തിയിട്ടുള്ളത് ലീനിയാരിറ്റി എന്ന് പറയുമ്പം a1 a2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടേംസ് വരുന്നുണ്ട്. അതിന് പകരമാണ് ഇവിടെ 2 5 -2 എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഇനി ഇത് ഡെൽ ഓഫ് എൻ പ്ലസ് 1 ഡെൽ ഓഫ് എൻ മൈനസ് 3 എന്നൊക്കെ പറയുന്നത് ഇമ്പൽ സിഗ്നൽസ് ആണ്. ഇമ്പൽ സിഗ്നൽ നമ്മൾ ഡെൽ ഓഫ് എൻ എന്ന് പറഞ്ഞാണല്ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തു. എക്സ് ഓഫ് എൻ മൈനസ് എൻ സീറോൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ സെഡ് റേസ് ടു മൈനസ് എൻ സീറോ എക്സ് ഓഫ് സെഡ്. ഒന്നും കൂടെ പറയാം. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പ്രകാരം എക്സ് ഓഫ് എൻ മൈനസ് എൻ സീറോ എന്ന് പറയുന്ന സിഗ്നലിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ സെഡ് റേസ് ടു മൈനസ് എൻ സീറോ എക്സ് ഓഫ് സെഡ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നമ്മളിപ്പോൾ നോക്കിയ നമ്മുടെ സിഗ്നലിൽ അപ്ലൈ ചെയ്യും. നമ്മുടെ എക്സ് ഓഫ് എൻ മൈനസ് എൻ സീറോയ്ക്ക് പകരം നമുക്ക് ഡെൽ ഓഫ് എൻ മൈനസ് 1 ഒരു എക്സാമ്പിൾ എടുത്തേ ഉള്ളൂ. ഡെൽ ഓഫ് എൻ മൈനസ് 1 അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്താണ്? ഡെൽ ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇമ്പൽ സിഗ്നലിൻ്റെ സെഡ് ട്രാൻസ്ഫോം 1 ആണ്. അപ്പോൾ എക്സ് ഓഫ് സെഡ് എന്താണ്? 1 ആണ്. എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1 ആണ്. ഏതിൻ്റെ കേസിൽ? ഡെൽ ഓഫ് എന്നിൻ്റെ കേസിൽ എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ഈ വാല്യൂ എന്തായി മാറും? 1 ആയി മാറും. സെഡ് റേസ് ടു മൈനസ് എൻ സീറോ, ഇവിടെ എൻ സീറോ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഡെൽ ഓഫ് എൻ മൈനസ് 1 എന്തെഴുതാം? സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് ഓഫ് സെഡ് എന്താണ്? 1. അപ്പോൾ ഇൻറ്റു 1 ഈക്വൽ ടു സെഡ് റേസ് ടു മൈനസ് 1. അപ്പം ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഡെൽ ഓഫ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് ഓഫ് സെഡ്. എക്സ് ഓഫ് സെഡ് എന്താണ്? ഡെൽ ഓഫ് എൻ്റെ 1 ആണ്. ഇതാണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിൽ ഇതും കൂടെ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്കൊന്നും കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ സിഗ്നൽ. ഡെൽ ഓഫ് എൻ പ്ലസ് 1 പ്ലസ് 2 ഡെൽ ഓഫ് എൻ പ്ലസ് 5 ഡെൽ ഓഫ് എൻ മൈനസ് 3 മൈനസ് 2 ഡെൽ ഓഫ് എൻ മൈനസ് 4. ഇനി നോക്കിയേ, ഡെൽ ഓഫ് എൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം വരിക? ഡെൽ ഓഫ് എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് അപ്ലൈ ചെയ്യുന്നു? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പം സെഡ് റേസ് ടു ഇവിടെ പ്ലസ് 1 ആണ്. അപ്പോൾ സോ പ്ലസ് 1 ഇൻറ്റു ഡെൽ ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്താണ്? 1. സോ അവിടെ സെഡ് റേസ് ടു 1 തന്നെ വരും. നമുക്ക് അടുത്ത് നോക്കേണ്ടത് 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ.
നമ്മൾ നേരത്തെ പറയുന്നു എ ഇൻറ്റു എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്താണ് എ എക്സ് ഓഫ് സെഡ് ആണ്. അപ്പം 2 del ഓഫ് എൻ എന്ന് പറയുന്നതിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു എക്സ് ഓഫ് സെഡ് എന്താണ് 1 അല്ലേ. സോ എന്താണത് 2 ആണ്. ഇനി അടുത്ത് നോക്കാം 5 ഇൻറ്റു del ഓഫ് എൻ മൈനസ് 3. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? del ഓഫ് എൻ മൈനസ് 3 ഇവിടെ നോക്കിയേ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം z റേസ് ടു മൈനസ് 3 ഇൻറ്റു എക്സ് ഓഫ് സെഡ് എന്താണ് 1. സോ അത്രയല്ലേ വേണ്ടുള്ളൂ. ദെൻ അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. -2 del ഓഫ് എൻ മൈനസ് 4 എന്ന് പറയുന്ന ടേമിന് -2 z റേസ് ടു മൈനസ് 4 അത്രയല്ലേ വരുന്നത്. നമുക്കിതിനെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതാം. del ഓഫ് എൻ പ്ലസ് 1 പകരം z റേസ് ടു 1 എന്ന് പറഞ്ഞാൽ z. ദെൻ 2 del ഓഫ് എൻ എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടിയത് 2 ആണ്. സോ 2 എടുത്തു. പ്ലസ് 5 del ഓഫ് എൻ മൈനസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z റേസ് ടു ഇവിടെ 5ഉം കൂടെ വരുന്നുണ്ട് കേട്ടോ. 5 z റേസ് ടു മൈനസ് 3 കിട്ടി. -2 del ഓഫ് എൻ മൈനസ് 4 എന്ന് പറയുമ്പോൾ -2 z റേസ് ടു മൈനസ് 4. ഇതാണ് എക്സ് ഓഫ് സെഡിൻ്റെ z ട്രാൻസ്ഫോം. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നതിൻ്റെ z ട്രാൻസ്ഫോം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോൾ. ഒരു എക്സാമ്പിളാണിത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. ടൈം റിവേഴ്സൽ എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ നേരെ റിവേഴ്സ് ചെയ്യണം -n. നമ്മളൊരു തവണ ഇതിൻ്റെ സിഗ്നൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സപ്പോസ് യു ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ ആണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ പോസിറ്റീവ് സൈഡഡ് സീക്വൻസ് ആണ് യു ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ. യു ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് നെഗറ്റീവ് സൈഡഡ് ആണ്, കാരണം നേരെ ടൈം റിവേഴ്സിങ് അവിടെ നടന്നു. അപ്പം യു ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ നേരെ നെഗറ്റീവ് സൈഡിലേക്ക് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? യു ഓഫ് മൈനസ് എൻ എന്ന് പറയുന്നത്. അപ്പം എക്സ് ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് സെഡ് നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ. എക്സ് ഓഫ് മൈനസ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്താ വരിക? എക്സ് ഓഫ് സെഡ് റേസ് ടു -1. സോ ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി വരുന്ന ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് ഓഫ് സെഡിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ സെഡിനെ സെഡ് റേസ് ടു -1 വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. അത്രേ ചെയ്യേണ്ടുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസും കൂടെ നോക്കാം. ഇപ്പം എക്സ് ഓഫ് എൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ്, ഇപ്പോൾ എക്സ് ഓഫ് സെഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് R1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ R2 ആണെങ്കിൽ എക്സ് ഓഫ് -n റിവേഴ്സൽ സിഗ്നലിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/R2 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1/R1 ആണ്. ദെൻ നമുക്കിനി എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എക്സ് ഓഫ് എൻ ഈക്വൽ ടു യു ഓഫ് -n. അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പം പറഞ്ഞത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സ് ഓഫ് എൻ ഈക്വൽ ടു യു ഓഫ് -n എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞ് നമ്മുടെ ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി എക്സ് ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് സെഡ് ആണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ എക്സ് ഓഫ് -n ടൈം റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം നമ്മൾ എന്ത് പറഞ്ഞു? സെഡിന് സെഡ് ഇൻവേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഓഫ് സെഡ് ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞു. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഓഫ് എൻ യു ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം നമുക്ക് എന്തറിയാം? യു ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ z/z-1 ആണെന്ന് നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? യു ഓഫ് -n കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. സെഡിന് പകരം സെഡ് ഇൻവേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ സെഡ് ഇൻവേഴ്സ് ബൈ സെഡ് ഇൻവേഴ്സ് -1. ഇതാണ് യു ഓഫ് -nൻ്റെ സെഡ് ട്രാൻസ്ഫോം. ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരുന്നാൽ മതി? യു ഓഫ് n അറിഞ്ഞിരുന്നാൽ നമുക്ക് യു ഓഫ് -n ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാം. നമുക്കൊന്നും കൂടെ നോക്കാം ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ സിഗ്നൽ ഉണ്ട്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു യു ഓഫ് -n ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് ഓഫ് സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് -∞ എക്സ് ഓഫ് n ഇൻറ്റു സെഡ് റേസ് ടു -n. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള സിഗ്നൽ എക്സ് ഓഫ് n ഈക്വൽ ടു യു ഓഫ് n ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ അറിയാം. യു ഓഫ് n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സൈഡഡ് സീക്വൻസ് ആണ്. സോ നമുക്കതിനെ എങ്ങനെ എഴുതാം? n0 to ∞. ഇവിടെ 1 ഇൻറ്റു സെഡ് റേസ് ടു -n ആണ്. യു ഓഫ് n ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ എന്താവും? 1 ആവും.
സമ്മേഷൻ എൻ 0 to infinity 1 by z raised to n. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ യു ഓഫ് എൻ്റെ z ട്രാൻസ്ഫോം കണ്ടുപിടിച്ചതാണ്. അപ്പോൾ 1 + 1 by z + 1 by z സ്ക്വയർ ഇങ്ങനെ വരും. 1/1 - 1 by z ജോമെട്രിക് സീരീസ് അപ്ലൈ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. z/z - 1 എഴുതാം. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം. ഈ ഒരു കാര്യത്തിന് 1/1 - z ഇൻവേഴ്സ് എന്ന് എഴുതിയാലും കറക്റ്റാണ്. 1/1 - z ഇൻവേഴ്സ്. അപ്പോൾ z/z - 1 എഴുതി. ദെൻ അക്കോർഡിംഗ് ടു ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എക്സ് ഓഫ് എൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് ഓഫ് z, എക്സ് ഓഫ് മൈനസ് n എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് z റേസ് ടു -1. നമുക്കറിയാം യു ഓഫ് എന്നിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z/z - 1 ആണ്. ഇവിടെ -n ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ -1 വെച്ച് റീപ്ലേസ് ചെയ്യാം. അതിൽ നമുക്കിവിടെ കിട്ടിയത് z റേസ് ടു -1 ബൈ z റേസ് ടു -1 ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/1 - z. ഇതിന് എങ്ങനെയാണ് അങ്ങനെ എഴുതുന്നത്? ഇതിന് നമുക്ക് 1/z ഡിവൈഡഡ് ബൈ 1/z - 1 എഴുതിക്കൂടെ? ദിസ് ഇസ് ഈക്വൽ ടു 1/z ഡിവൈഡഡ് ബൈ 1 - z/z. ഈ z ക്യാൻസൽ ആവും. സോ 1/1 - z. ഇത് തന്നെയല്ലേ ഈ തന്നിട്ടുള്ളത്? അപ്പം അങ്ങനെ എഴുതാം. അപ്പം നമുക്ക് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് നമുക്കതിൻ്റെ z ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ദെൻ ഇവിടെ മോഡ് z എന്തായിരിക്കണം? <1 ആണെങ്കിൽ എക്സ് ഓഫ് z എക്സിസ്റ്റ് ചെയ്യുള്ളൂ. റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുമ്പം മോഡ് z <1. മോഡ് z <1 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ വരയ്ക്കും? നമ്മൾ മോഡ് z <1 എന്ന് പറയുമ്പോൾ അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് സെൻട്രലാണ് വരിക അല്ലേ? അതിനകത്തല്ലേ വരിക. കാരണം റേഡിയസ് <1, ആ 1ൻ്റെ അകത്തേക്ക് വരുന്ന പോർഷൻസാണ് അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ്. ഷെയ്ഡഡ് പോർഷൻ ഇൻസൈഡ് ദ സർക്കിളാണ് വരിക. ദെൻ നമുക്കിനി അടുത്ത പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എക്സ് ഓഫ് n - n0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z റേസ് ടു -n0 എക്സ് ഓഫ് z ആണ്. നമുക്കതിന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം എക്സ് ഓഫ് n - n0 z റേസ് ടു ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു എക്സാമ്പിൾ യു ഓഫ് n - 1 നോക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള സിഗ്നൽ എക്സ് ഓഫ് n ഈക്വൽ ടു യു ഓഫ് n - 1 എടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തൂടെ? യു ഓഫ് n - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളിവിടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പം യു ഓഫ് n - 1 എക്സ് ഓഫ് n - n0ക്ക് പകരമാണ് യു ഓഫ് n - 1 വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? z റേസ് ടു -n0. ഇവിടെ n0 എന്താണ്? 1 ആണ്. സോ നമുക്കതിൻ്റെ യു ഓഫ് n - 1ൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് z റേസ് ടു -1 അല്ലേ? n0 1 അല്ലേ? സോ -1 എക്സ് ഓഫ് z എന്താണ്? z/z - 1 അല്ലെങ്കിൽ z/z - 1 പകരം 1/1 - z ഇൻവേഴ്സ് നമ്മൾ എഴുതാറുണ്ട്. അപ്പം അങ്ങനെ എഴുതാം. ഓർ z ഇൻവേഴ്സ് ഇൻറ്റു 1/1 - z ഇൻവേഴ്സ്. ഇത്രയും നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ. ഏതിൻ്റെ കേസിൽ? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിക്കകത്ത് ചെയ്യാനുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കിയേ, z റേസ് ടു -1/1 - z ഇൻവേഴ്സ്. ഇപ്പം നമുക്ക് കിട്ടിയ ആൻസറാണത്. അപ്പം നമ്മളിവിടെ യു ഓഫ് n - 1 എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് n, നമ്മുടെ എക്സ് ഓഫ് n എന്ന് പറഞ്ഞ സിഗ്നലാണ് നമ്മളിവിടെ എടുക്കുന്നത്. എക്സ് ഓഫ് z സമ്മേഷൻ -∞ to 1 എക്സ് ഓഫ് n × z റേസ് ടു -n. നമ്മൾ സിഗ്നൽ വെച്ച് അപ്ലൈ ചെയ്യുക. യു ഓഫ് n - 1 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സിഗ്നൽ എവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ? 1 എന്നേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇവിടെ 0 ആണ് കേട്ടോ. 1 എന്നാണ് അതിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് എവിടെ കൊടുക്കും? 1 to infinity എക്സ് ഓഫ് n × z റേസ് ടു -n. അപ്പോൾ 1 എക്സ് ഓഫ് n എന്താണ്? യു ഓഫ് n ആണ്. അപ്പോൾ ഇവിടെ 1 വന്നു. സമ്മേഷൻ 1 to infinity 1/z റേസ് ടു n. ഇനി എന്നിന് വാല്യൂസ് കൊടുക്കുക. 1 2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ 1/z പ്ലസ് 1/z² പ്ലസ് 1/z³ പ്ലസ് എക്സെട്ര. ഇതിന്ന് 1/z പുറത്തേക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/z കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ 1 + 1/z പ്ലസ് 1/z² പ്ലസ് എക്സെട്ര ഈക്വൽ ടു 1/z ഇൻറ്റു ഈ ടേമിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സീരീസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 1/1 - 1/z കിട്ടും. ഇത് എന്താണിത്? z ഇൻവേഴ്സ് ഇൻറ്റു 1/1 - z ഇൻവേഴ്സ് ഓർ z ഇൻവേഴ്സ് ബൈ 1 - z ഇൻവേഴ്സ്. ഇത്രയും ചെയ്യാൻ ഇപ്പോൾ സ്റ്റെപ്സൊക്കെ നമുക്ക് വെച്ച് ചെയ്യണം. ഒരുപാട് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റെപ്സൊക്കെ വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്
by applying time shifting property, we can write the u of n minus 1 signal z transform as z inverse by 1 minus z inverse by replacing the z with the z inverse. ഇത്രയല്ലേ ആവശ്യം വരുന്നുള്ളൂ നമ്മൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് സെഡ് ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ തന്നെ. ദെൻ എ റേസ് ടു എൻ എക്സ് ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡ് ആണ്. ഒന്നും കൂടെ പറയാം. എക്സ് ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ സ്കെയിലിംഗ് നടത്തുകയാണ്. എ റേസ് ടു എൻ എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ച് നമ്മൾ സ്കെയിലിംഗ് നടത്തുകയാണ്. എന്നിൻ്റെ വാല്യൂ 1 2 3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ സ്കെയിലിംഗ് നടക്കുകയാണ്. കൂടെ കുറേയൊക്കെ നടക്കാം. സ്കെയിലിംഗ് ആണ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സെഡ് ട്രാൻസ്ഫോം ഒറിജിനൽ സിഗ്നലിൻ്റെ സെഡ് ട്രാൻസ്ഫോം അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ സിഗ്നലിൽ എക്സ് ഓഫ് സെഡിൽ എവിടെയൊക്കെ സെഡ് വരുന്നുണ്ടോ അവിടെ എ ഇൻവേഴ്സ് സെഡ് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ നോക്കുക, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 റേസ് ടു എൻ യു ഓഫ് എൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് നമുക്ക് ഇത്രയൊക്കെ ചെയ്യുന്നതിന് പകരം പ്രോപ്പർട്ടി ജസ്റ്റ് ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു എ റേസ് ടു എൻ എക്സ് ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡ് ആണെന്ന് പറഞ്ഞു. എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡിന് എ ഇൻവേഴ്സ് ആണ് കേട്ടോ, എ ഇൻവേഴ്സ് സെഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എക്സ് ഓഫ് എന്നിന് പകരം യു ഓഫ് എൻ. യു ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്താണ്? യു ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ സെഡ് ബൈ സെഡ് മൈനസ് 1 ആണ്. അല്ലെങ്കിൽ സെഡ് ബൈ സെഡ് മൈനസ് 1 എന്ന് വരും. ഓക്കെ. ദെൻ നമുക്ക് അടുത്തത് നമ്മുടെ വാല്യൂ എ റേസ് ടു എൻ എക്സ് ഓഫ് എൻ. എ റേസ് ടു എൻ എക്സ് ഓഫ് എൻ എന്ന് പറയുമ്പം എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിവിടെ 2 റേസ് ടു എൻ യു ഓഫ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 2 റേസ് ടു എൻ യു ഓഫ് എൻ എന്ന് പറയുമ്പം അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെഡിന് പകരം എ ഇൻവേഴ്സ് സെഡ് മീൻസ് 2 ഇൻവേഴ്സ്, ഇവിടെ എക്ക് പകരം 2 അല്ലേ വരുന്നത്. അപ്പോൾ 2 ഇൻവേഴ്സ് സെഡ് ഡിവൈഡഡ് ബൈ 2 ഇൻവേഴ്സ് സെഡ് മൈനസ് 1 എന്ന് വരും. സെഡിന് പകരം എ ഇൻവേഴ്സ് സെഡ്, ഇവിടെ എ എന്താണ് 2 ആണ്, 2 ഇൻവേഴ്സ് സെഡ്. ഇനി നമുക്ക് നോക്കിയേ, ഇവിടെ 2 ഇൻവേഴ്സ് സെഡ് എന്ന് പറഞ്ഞാൽ അത് സെഡ് ബൈ 2 അല്ലേ, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 2 ഇൻവേഴ്സ് സെഡ് അഗെയിൻ സെഡ് ബൈ 2 മൈനസ് 1. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ, സെഡ് ബൈ സെഡ് മൈനസ് 2 അല്ലേ കിട്ടുക, ഈക്വൽ ടു സെഡ് ബൈ സെഡ് മൈനസ് 2. ഇവിടുത്തെ 2ഉം താഴത്തെ 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സെഡ് ബൈ സെഡ് മൈനസ് 2 അതല്ലേ ഈ ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം എക്സ് ഓഫ് എൻ ഈക്വൽ ടു 2 റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. നമുക്കതിനെ സെഡ് ട്രാൻസ്ഫോമിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇവിടെ യു ഓഫ് എൻ എന്ന് പറയുന്നത് 1 ആണ്, പോസിറ്റീവ് സൈഡ് സീക്വൻസ്. സോ സമ്മേഷൻ 0 ടു ഇൻഫിനിറ്റി 2 റേസ് ടു എൻ സെഡ് റേസ് ടു മൈനസ് എൻ. നമ്മളവിടെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ 1 + 2 / z + 2 / z² പ്ലസ് എക്സെട്ര. ഇനി നമുക്ക് 1 / 1 - 2 / z, z / z - 2 ഇങ്ങനെ കിട്ടും. നമ്മൾ എന്താണ് നമ്മുടെ സാധാ ചെയ്യുന്ന സെഡ് ട്രാൻസ്ഫോം സ്റ്റെപ്സാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത്, ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് സ്കെയിലിംഗ് പ്രോപ്പർട്ടി അപ്ലൈ നമ്മൾ പെട്ടെന്ന് ചെയ്തില്ലേ, ഇത്രയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കിവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, സ്കെയിലിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. എ റേസ് ടു എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡ്. അപ്പം നമുക്ക് ഏതറിയാം, എക്സ് ഓഫ് സെഡ് അറിയാം. എക്സ് ഓഫ് സെഡ് അറിയുന്നുണ്ടെങ്കിൽ ആ സെഡിന് പകരം എന്ത് കൊടുത്താൽ മതി, എ ഇൻവേഴ്സ് സെഡ്. ഇവിടെ നമുക്ക് യു ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം അറിയാം, സെഡ് ബൈ സെഡ് മൈനസ് 1. സോ സെഡിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, 2 ഇൻവേഴ്സ് സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെഡ് ബൈ സെഡ് മൈനസ് 2. അത് തന്നെയാണ് ഇത് നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇത് നമ്മുടെ സാധാ മെത്തേഡ്, സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഏത് രീതിക്കും ചെയ്യാം. സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല ബൈ അപ്ലൈയിങ് ദ സെഡ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടീന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മെത്തേഡിലേക്ക് പോകണം, നമ്മൾ ഈ മെത്തേഡ് തന്നെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണത്തിൽ ഏത് സെലക്ട് ചെയ്താലും നോ പ്രോബ്ലം.
നെക്സ്റ്റ് വൺ എക്സ് ഓഫ് എൻ ഈക്വൾ ടു അടുത്തൊരു എക്സാമ്പിളാണ് എക്സ് ഓഫ് എൻ ഈക്വൾ ടു 2n യു ഓഫ് n മൈനസ് 2. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? 2n യു ഓഫ് n മൈനസ് 2 എന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് 2n എന്ന് പറയുന്ന സ്കെയിലിങ്ങും ദെൻ ഷിഫ്റ്റിങ്ങും. രണ്ട് പ്രോപ്പർട്ടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സ്കെയിലിങ്ങും ഷിഫ്റ്റിങ്ങും. അപ്പോൾ നമുക്കറിയാവുന്ന മെത്തേഡാണ് സാധാ നമ്മുടെ സെഡ് ട്രാൻസ്ഫോം ഇക്വേഷൻ എഴുതുക. അതിലേക്ക് എക്സ് ഓഫ് എന്നിന് പകരം 2n യു ഓഫ് n മൈനസ് 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ യു ഓഫ് n മൈനസ് 2 എന്ന് പറയുന്ന സിഗ്നൽ 2 തൊട്ടിട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. മീൻസ് 2 എന്ന് പറയുന്ന പൊസിഷൻ തൊട്ടിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? ഇവിടെ 2, 3 അവിടെ തൊട്ടേ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലിമിറ്റ് എന്ത് കൊടുക്കും? 2 to infinity 2n. ഇവിടെ യു ഓഫ് n മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. z raised to minus n summation n2 to infinity 2z raised to minus 1. n കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തു. summation n2 to infinity 2 by z raised to n equal to 2 by z square പ്ലസ് 2 by z ക്യൂബ് പ്ലസ് 2 by z raised to 4. അങ്ങനെ ടേം പോയിക്കൊണ്ടിരിക്കും. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2 by z ഹോൾ സ്ക്വയർ ആണ്. ആ ടേമിന് നമ്മൾ അങ്ങ് പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നത് ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേമാണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 2 by z ഹോൾ സ്ക്വയർ ഇൻറ്റു 1 by 1 മൈനസ് 2 by z ഈക്വൽ ടു 4z raised to minus 2 by 1 മൈനസ് 2z raised to minus 1 എന്ന് കിട്ടി. നമ്മുടെ സാധാ z ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഇനി അതല്ലാതെ നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമുക്ക് സ്കെയിലിംഗ് പ്രോപ്പർട്ടിയും ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കുക. യു ഓഫ് n മൈനസ് 2 എന്ന് പറയുന്നതിൻ്റെ z ട്രാൻസ്ഫോം എന്താ? z raised to minus 2 into x of z. x of z എന്ന് പറഞ്ഞാൽ എന്താണത്? z by z minus 1. യു ഓഫ് എൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ z by z minus 1 ആണല്ലോ. ഓക്കെ, ഇനി നമുക്കിവിടെ ഏത് ടേമും കൂടെ വരുന്നുണ്ട്? 2 raised to n എന്ന് പറയുന്ന സ്കെയിലിംഗ് ടേമും കൂടെ വരുന്നുണ്ട്. അപ്പം 2 raised to n സ്കെയിലിംഗ് വന്നു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? z ഉള്ളിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ a ഇൻവേഴ്സ് z കൊടുക്കണം. അപ്പോൾ ഇവിടെ z raised to minus 2 നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1 by z സ്ക്വയർ ഇൻറ്റു z by z മൈനസ് 1 ആണ്. z വരുന്നിടത്തെല്ലാം a ഇൻവേഴ്സ് z. a എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 1 by 2 ഇൻവേഴ്സ് z ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡിന് പകരം എ ഇൻവേഴ്സ് സെഡ് എന്ന് വെച്ചാൽ 2 ഇൻവേഴ്സ് സെഡ് ഇപ്പുറത്തേക്ക് എഴുതാം. ഇപ്പുറത്തേക്ക് എഴുതുമ്പോൾ 1 by 2 ഇൻവേഴ്സ് സെഡ് ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡിന് പകരം 2 ഇൻവേഴ്സ് സെഡ് ഡിവൈഡഡ് ബൈ 2 ഇൻവേഴ്സ് സെഡ് മൈനസ് 1. ഇനി അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 1 by 2 ഇൻവേഴ്സ് സെഡ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 2 raised to minus 2 അല്ലേ? മൈനസ് 1 ഇൻറ്റു 2 2 raised to minus 2. 2 raised to minus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് വരുമ്പം 2 raised to 2 വരും. അപ്പോൾ അതെന്ത് കിട്ടും? ഇവിടെ 2 സ്ക്വയർ വരും ബൈ സെഡ് സ്ക്വയർ. ഈ ടേം കിട്ടിയില്ലേ? 2 by z ഹോൾ സ്ക്വയർ കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? z by 2 എന്ന് എഴുതാം. ഈ ടേമിന് z by 2 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം ആ z by 2 എന്ന് പറഞ്ഞു. ഇവിടെ z by 2 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടേമിന് നമുക്ക് z by 2 മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? അപ്പം ഇതിന് z by 2 ബൈ z മൈനസ് 2 by 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1 മൈനസ് 2 ഇൻവേഴ്സ് z അങ്ങനെ എഴുതാം. ഏത് തരത്തിൽ നമുക്ക് എഴുതാം. അപ്പം z by 2 ബൈ z by 2 മൈനസ് 1. ഇതിൽ താഴത്തെ 2ഉം 2ഉം ക്യാൻസലാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? z by z മൈനസ് 2 എന്ന് കിട്ടും. അത് തന്നെയല്ലേ ഈ കാണുന്നതും? ഈ ടേമും അത് തന്നെയല്ലേ? z by z മൈനസ് 2. ഈ z മുകളിലേക്ക് പോവും, ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. z by z മൈനസ് 2. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നതിന് പകരം. അപ്പം ഒന്നും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് എക്സ് ഓഫ് n ഈക്വൽ ടു 2 raised to n യു ഓഫ് n മൈനസ് 2 ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ കേട്ടോ. യു ഓഫ് n മൈനസ് 2ൻ്റെ z ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ എഴുതാം? യു ഓഫ് n മൈനസ് 2ൻ്റെ z ട്രാൻസ്ഫോം z raised to minus 2 ഇൻറ്റു z by z മൈനസ് 1. z മൈനസ് 1. നമുക്ക് അടുത്തത് 2 raised to n യു ഓഫ് n മൈനസ് 2ൻ്റെ z ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം.
അപ്പം ഏതും കൂടെ അപ്ലൈ ചെയ്യാണ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി. ഇവിടെ നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് കൊടുത്തത്. ഇനി ഈ പോർഷനിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇനി നമ്മളിവിടെ എന്ത് കൊടുക്കാൻ പോവാണ്? സ്കെയിലിംഗ് പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? സെഡിന് പകരം എല്ലാം എ ഇൻവേഴ്സ് സെറ്റ് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/z² ഇൻറ്റു z/z-1 ആണ്. അപ്പോൾ നമ്മളിവിടെ സെഡിന് പകരം എല്ലാം 2 ഇൻവേഴ്സ് സെറ്റ് കൊടുക്കുകയാണ്. അപ്പം 1/2 ഇൻവേഴ്സ് സെറ്റ് ഹോൾ സ്ക്വയർ ഇൻറ്റു സെറ്റിന് പകരം 2 ഇൻവേഴ്സ് സെറ്റ് ബൈ 2 ഇൻവേഴ്സ് സെറ്റ് -1 എന്ന് എഴുതി. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ പോരെ? നമുക്കിങ്ങനെ എഴുതാം ഈക്വൽ ടു 1/2 ഇൻവേഴ്സ്. 2 ഇൻവേഴ്സ് ഇൻറ്റു 2 എന്ന് പറയുമ്പം 2⁻². ആ -2 മുകളിലേക്ക് പോകുമ്പം 2 സ്ക്വയർ വരും ബൈ z² ഇൻറ്റു 2 ഇൻവേഴ്സ് z എന്ന് പറഞ്ഞാൽ z/2 അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ എഗെയിൻ 2 ഇൻവേഴ്സ് z നമുക്ക് എന്ത് എഴുതാം? z/2 എന്ന് എഴുതാം -1. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. 2/z ഹോൾ സ്ക്വയർ ഇൻറ്റു z/2 ഡിവൈഡഡ് ബൈ z-2/2. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആൻസർ എന്ത് എഴുതാം? 2/z ഹോൾ സ്ക്വയർ ഇൻറ്റു z/z-2. ഇത്രയാണ് കണ്ടുപിടിക്കുക സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ അപ്ലൈ ചെയ്തു? നമ്മളിവിടെ അപ്ലൈ ചെയ്തത് ഇവിടെ നോക്കിയേ, ഇത് ടൈം ഷിഫ്റ്റിങ്, ഇത് സ്കെയിലിംഗ്. ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്തത് നോക്കാം ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം n/x(n)ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ -z/d/dz(x(z) ആണ്. അല്ലെങ്കിൽ നമുക്കിതിന് അടുത്തൊരു മെത്തേഡും കൂടെ, രണ്ട് രീതിയിലും ചെയ്യാം. n/x(n) z⁻⁻1 d/dz ഇൻവേഴ്സ് ഓഫ് x(z) എന്നും ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ എപ്പോൾ ഏത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മുടെ കയ്യിലിരിക്കുന്ന സെറ്റ് ട്രാൻസ്ഫോം ഇൻ ടേംസ് ഓഫ് z ആണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ എടുക്കാം. അതല്ല ഇൻ ടേംസ് ഓഫ് z ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്കിത് എടുക്കാം. ചെയ്ത് നോക്കാം ഒരു പ്രോബ്ലം. നോക്കിയേ, x(n) = n(u)(n) എന്ന് പറയുന്നുണ്ട്. u(n)ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം നമുക്കറിയാം 1/1 - z ഇൻവേഴ്സ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് n(u)(n) ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n(u)(n) എന്ന് പറഞ്ഞാൽ എന്താണ്? z ഇൻവേഴ്സ് d/dz ഇൻവേഴ്സ് ഓഫ് x(z) എടുക്കുക. d/dz ഇൻവേഴ്സ് ഓഫ് x(z). ജസ്റ്റ് നമ്മൾ ആ പ്രോപ്പർട്ടി ഡയറക്റ്റ് അപ്ലൈ ചെയ്തു, അത്ര ചെയ്യാൻ പോകുന്നുള്ളൂ. x(z) നമുക്കറിയാം 1/1 - z ഇൻവേഴ്സ് ആണെന്ന് നമുക്കറിയാം. അതെന്ത് ചെയ്യുക? നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാം. അപ്പം z ഇൻവേഴ്സ് ഇൻറ്റു d/dz ഇൻവേഴ്സ് ഓഫ് 1/1 - z ഇൻവേഴ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 1/1 - z ഇൻവേഴ്സ് എന്ന് പറയുന്ന ഈ ടേമിനെ വിത്ത് റെസ്പെക്ട് ടു z ഇൻവേഴ്സ് നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്നുണ്ട്. അപ്പം u/v എന്ന് പറയുന്ന ടേമാണ് നമ്മൾ ഡിഫറൻസിയേഷനകത്ത് പഠിച്ചിട്ടുണ്ടാവും. u/v u/v നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? v ഇൻറ്റു du/dt മൈനസ് u ഇൻറ്റു dv/dt ബൈ v² എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? നോക്കിയേ, അതിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് z ഇൻവേഴ്സ് എന്ന് പറയുന്ന ഈ ടേം അതുപോലെ തന്നെ ഇരിക്കുക, അതിലൊരു മാറ്റവും ഇല്ല. ദെൻ ഇതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്, d/dz ഇൻവേഴ്സ് ഓഫ് എന്ന് പറയുന്ന ആ ടേം. അപ്പം d/dz ഇൻവേഴ്സ് ഓഫ് താഴത്തെ ഇത് യുവും, ഇതിന് നമുക്ക് u ആയിട്ട് എടുക്കാം, ഇതിനെ v ആയിട്ട് എടുക്കാം. അപ്പം v ഇൻറ്റു 1 - z ഇൻവേഴ്സ് ഇൻറ്റു du ആണ് ചെയ്യുന്നത്. du എന്ന് പറയുമ്പോൾ 1ന് എന്താ വരിക? 0 അല്ലേ വരിക. -1 ഇൻറ്റു -u ഇൻറ്റു dv ആണ്. അപ്പം -1 ഇൻറ്റു 1 - z⁻⁻1. അതിൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ -1 കിട്ടും. -z⁻⁻1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1 അല്ലേ വരിക. അപ്പോൾ -1 എന്തായി? +1 ഡിവൈഡഡ് ബൈ v². v² എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 - z⁻⁻1 ഹോൾ സ്ക്വയർ. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? z⁻⁻1, ഈ ടേം 0 ആയിപ്പോയില്ലേ. അപ്പം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 - z⁻⁻1 ഹോൾ സ്ക്വയറിന് കിട്ടിയില്ലേ? അത് തന്നെയല്ലേ ഈ കാണുന്നതും.
ഇതാണ് എൻ യു ഓഫ് എൻ്റെ സെറ്റ് ട്രാൻസ്ഫോം. ഇതേപോലെ എൻ സ്ക്വയർ യു ഓഫ് എൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു തവണയും കൂടെ നമ്മൾ സെഡ് ഇൻവേഴ്സ് ഡി ബൈ ഡി സെഡ് ഇൻവേഴ്സ് ചെയ്യാം. അപ്പം ഒരു എക്സാമ്പിളും കൂടെ നോക്കിയേ. എൻ സ്ക്വയർ യു ഓഫ് എൻ. ഇപ്പം എൻ യു ഓഫ് എൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ യു ഓഫ് എൻ നമുക്കറിയാം സെഡ് ഇൻവേഴ്സ് ബൈ 1 - സെഡ് ഇൻവേഴ്സ് സ്ക്വയർ നമ്മൾ ചെയ്തു. ഈ ടേം നമ്മൾ ചെയ്തു. ഇനി ഒരു എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറൻസിയേഷൻ അഗെയിൻ സെഡ് ഇൻവേഴ്സ് ഡി ബൈ ഡി സെഡ് ഇൻവേഴ്സ് കൊടുക്കുക. അപ്പോൾ സെഡ് ഇൻവേഴ്സ് അവിടെ എടുത്ത് വെച്ചു, മാറ്റി വെച്ചു. ദെൻ 1 - സെഡ് റേസ് ടു -1 ഇൻറ്റു സ്ക്വയർ ഇൻറ്റു സെഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. അപ്പോൾ ഇവിടെ 1 വന്നു. മൈനസ് സെഡ് ഇൻവേഴ്സ് ഇൻറ്റു ഈ ഡിനോമിനേറ്ററുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 2x അല്ലേ വരിക, അത് തന്നെയാണ് ഇവിടെ ചെയ്തത്. 2 ഇൻറ്റു ഇവിടെ 1 - സെഡ് റേസ് ടു -1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 2 ഇൻറ്റു 1 - സെഡ് റേസ് ടു -1. ഇനി ഈ -സെഡ് റേസ് ടു 1 ഡിഫറൻസിയേഷൻ നടത്തുമ്പം -1 കിട്ടി. ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇവിടെ 1 - സെഡ് റേസ് ടു -1 സ്ക്വയർ ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 കിട്ടും. ഇനി എന്ത് ചെയ്യുക, അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ സെഡ് ഇൻവേഴ്സ് 1 - സെഡ് റേസ് ടു -1 ഇതിന് രണ്ടും കോമൺ ആക്കി എടുക്കുക. കോമൺ ആക്കി എടുത്ത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പം ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സെഡ് ഇൻവേഴ്സ് 1 + സെഡ് ഇൻവേഴ്സ് ബൈ 1 - സെഡ് റേസ് ടു -1 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇനീഷ്യൽ വാല്യൂ തിയറം. ഇനീഷ്യൽ വാല്യൂ തിയറം എന്ന് പറയുമ്പം ഇനീഷ്യൽ വാല്യൂ തിയറം യൂസ് ചെയ്ത് നമുക്കൊരു സിഗ്നൽസിൻ്റെ ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് 0 ആണ്. എക്സ് ഓഫ് 0 ഈക്വൽ ടു ലിമിറ്റ് n ടെൻ ടു 0 എക്സ് ഓഫ് n ഈക്വൽ ടു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, മോഡ് z ടെൻ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് z എടുത്താൽ മതി. സെഡ് ട്രാൻസ്ഫോമിനകത്ത് ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ് മോഡ് z ടെൻ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് z കണ്ടുപിടിക്കാം. ഇതാണ് ഇനീഷ്യൽ വാല്യൂ തിയറം ഇൻ സെഡ് ട്രാൻസ്ഫോം. ദെൻ ഫൈനൽ വാല്യൂ തിയറം ഇതേപോലെ നമുക്ക് പഠിക്കാനുണ്ട്. ഫൈനൽ വാല്യൂ തിയറം എന്ന് പറയുമ്പം ഇൻഫിനിറ്റി ആവുന്ന പോയിൻറ്റ് ഫൈനൽ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എക്സ് ഓഫ് ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഫൈനൽ വാല്യൂ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ലിമിറ്റ് മോഡ് z ടെൻസ് ടു 1 - സെഡ് റേസ് ടു -1 ഇൻറ്റു എക്സ് ഓഫ് z. ഇക്വേഷൻ ഓർത്ത് വെക്കുക. ലിമിറ്റ് മോഡ് z ടെൻ ടു 1 - സെഡ് റേസ് ടു -1 എക്സ് ഓഫ് z. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതങ്ങ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂം കിട്ടും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, ഡിറ്റർമൈൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂ ഓഫ് ദ കറസ്പോണ്ടിങ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് n സെഡ് ട്രാൻസ്ഫോം തന്നിട്ടുണ്ട്. എക്സ് ഓഫ് n എന്ന് പറയുന്ന സിഗ്നലിൽ സെഡ് ട്രാൻസ്ഫോം നമുക്ക് തന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാം. എക്സ് ഓഫ് z ഈക്വൽ ടു 2 + 3 സെഡ് റേസ് ടു -1 + 4 സെഡ് റേസ് ടു -2. ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് ഓഫ് 0 ഈക്വൽ ടു ലിമിറ്റ് n ടെൻ ടു 0 എക്സ് ഓഫ് n ഈക്വൽ ടു ലിമിറ്റ് മോഡ് z ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് z. ഇനി എന്ത് ചെയ്യാം, ലിമിറ്റ് മോഡ് z ടെൻ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് z നമ്മളിവിടെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 + 3 സെഡ് റേസ് ടു -1 + 4 സെഡ് റേസ് ടു -2. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ലിമിറ്റ് z ടെൻ ടു ഇൻഫിനിറ്റി 2 + 3 സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 3/z അല്ലേ, 4 സെഡ് റേസ് ടു -2 എന്ന് പറഞ്ഞാൽ 4/z² അല്ലേ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക, സെഡിന് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പം 2 + 3/∞ + 4/∞ കിട്ടും. അപ്പോൾ 3/∞ 1/∞ എന്താണ് 0. അപ്പോൾ 2 + 3/∞ 3 ഇൻറ്റു 1/∞ 3 ഇൻറ്റു 0 വരും. +4 ഇൻറ്റു 1/∞ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 0 വരും. അപ്പോൾ രണ്ട് ടേമും 0 ആകുമ്പോൾ 2 + 0 + 0 എന്ത് കിട്ടും, 2 കിട്ടും. ഇതാണ് ഇനീഷ്യൽ വാല്യൂ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കണം. ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് x ടെൻ ടു ഇൻഫിനിറ്റി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് മോഡ് z ടെൻ ടു 1 - സെഡ് റേസ് ടു -1 എക്സ് ഓഫ് z. എക്സ് ഓഫ് z നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - സെഡ് റേസ് ടു -1 ഇൻറ്റു 2 + 3 സെഡ് റേസ് ടു -1 + 4 സെഡ് റേസ് ടു -2. ഈ ബ്രാക്കറ്റിൽ വരുന്ന ടേമിന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 + സെഡ് റേസ് ടു -1 + സെഡ് റേസ് ടു -2 - 4 സെഡ് റേസ് ടു -3 എന്ന് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ലിമിറ്റ് മോഡ് z ടെൻ ടു 2 + 1/z സെഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/z + സെഡ് റേസ് ടു -2 എന്ന് പറഞ്ഞാൽ 1/z² - 4/z³. ഇനി എന്ത് ചെയ്യാം, മോഡ് സെറ്റിന് 1 വാല്യൂ കൊടുക്കുക.
ലിമിറ്റ് അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ Z1 കൊടുത്ത 2 + 1/1 + 1/1 - 4/1. നോക്കിയേ 2 + 1 + 1 4 - 4 0. ഇതാണ് ഫൈനൽ വാല്യൂ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് Z ട്രാൻസ്ഫോമിൻ്റെ പഠിച്ചു. Z ട്രാൻസ്ഫോം കുറച്ച് പ്രോബ്ലംസും പ്രോപ്പർട്ടീസും നമ്മൾ അപ്ലൈ ചെയ്തു. ആ പ്രോപ്പർട്ടീസിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.